പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി ഒളിവിൽ പോയ അർജുൻ ആയങ്കി അറസ്റ്റിൽ. കണ്ണൂരിൽ ഫ്ളാറ്റിൽ സുഹൃത്തിനൊപ്പം കഴിയവെയാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പുലർച്ചെ 2:30 ആയിരുന്നു കസ്റ്റഡിയിലെടുത്തത്. ആയങ്കിയെ കോതമംഗലം പോലീസിന് കൈമാറിയേക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുമേഷ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. സുമേഷ്, ഇദ്ദേഹം കണ്ണൂരിലേക്ക് മാറിയതായി വിവരങ്ങൾ നമുക്ക് ലഭിച്ചു. ഒരു അഭിഭാഷകയെ പോകുന്ന വഴി ഓട്ടോ ഡ്രൈവറിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണത്തെ തുടർന്ന്, അദ്ദേഹം വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് പുലർച്ചെ 2:30 ഉണ്ടായത്. എന്തൊക്കെയാണ് ഇതിനെ തുടർന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഈ സംസ്ഥാന പോലീസിനെ തന്നെ ഏറെ ഒരു പ്രയാസമുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ഈ ആയങ്കി വിഷയം. ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു പരിസമാപ്തിയിൽ എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആയങ്കിയെ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ പോലീസ് പൊക്കിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 2:30 കൂടിയായിരുന്നു ഇപ്പോൾ ആയങ്കിയെ കണ്ണൂർ DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ ഈ ഒരു അഭിഭാഷകയുടെ ഒരു വീട്ടിൽ ഈ ആയങ്കി എത്തി എന്നുള്ള ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഇദ്ദേഹത്തിന് വേണ്ടി വല വീശിയത്. ഇന്നലെ പല ഭാഗങ്ങളിലായി ആയങ്കിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പോലീസ് നടത്തിയിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആയങ്കിയെ പിടികൂടുന്നതിന് വേണ്ടി ഈ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരിഞ്ഞുകൊണ്ടുള്ള ഈ തെരച്ചിൽ സംസ്ഥാനത്തൊട്ടാകെ നടത്തി വരികയായിരുന്നു. അതിനിടെയാണ് ഇന്നലെ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ കണ്ണൂരിൽ വളവട്ടത്ത് നിന്നും ഈ ആയങ്കി സഞ്ചരിച്ചു എന്ന് പറയുന്ന ഒരു വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്യുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. അതിന്റെ നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ തന്നെ ആയങ്കി ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ആയങ്കി കണ്ണൂരിൽ ഉണ്ട് എന്നുള്ള വിശദമായിട്ട് കിട്ടിയ, അതായത് നാട്ടുകാരടക്കുന്നു ഒപ്പം തന്നെ ഈ സുഹൃത്തുക്കൾക്കും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ണൂരിൽ തന്നെ ആയങ്കി ഉണ്ടെന്നും പിന്നീട് ഈ ആയങ്കിക്ക് വേണ്ടി തെരച്ചിൽ ഈ പോലീസ് ഊർജിതമാക്കുകയും ചെയ്തത്. അങ്ങനെ ഇന്നലെ രാത്രി ഈ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയങ്കി ഈ നിയമ പരീക്ഷയ്ക്ക് വേണ്ടി കണ്ണൂരിലെ താളിക്കാവിൽ ഒരു അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ ഇദ്ദേഹം എത്തുന്നു. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അവിടെ എത്തിച്ചത് ഈ ഓട്ടോ ഡ്രൈവറായിരുന്നു. ഇദ്ദേഹമാണ് ഈ പോലീസിന് ഒരു രഹസ്യ വിവരം നൽകുന്നത്. അതായത് ആയങ്കിയാണ് എന്നുള്ള സംശയമുണ്ട്. അങ്ങനെ പോലീസ് ഈ ഫ്ളാറ്റിലെത്തുന്നു. ഈ ഫ്ളാറ്റിലെത്തിയതിനു ശേഷം ഈ അഭിഭാഷകയെ പോലീസ് കാണുന്നു. അപ്പോൾ അഭിഭാഷക പറയുന്നു വാറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഈ വാറണ്ട് ഇതിന് മറുപടി നൽകുന്നതിനിടെ ആയങ്കി ഈ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി ഓടി എന്നാണ് ഈ പോലീസ് പറയുന്നത്. അങ്ങനെ വളഞ്ഞിട്ട് ഇദ്ദേഹത്തെ പിടികൂടി എന്നും ഈ പോലീസ് പറയുന്നു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ആയങ്കിയെ ഈ കോടതിയിൽ ഹാജരാക്കും. നമുക്കറിയാം, നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ ആയങ്കി. കഴിഞ്ഞ ദിവസം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന ഒരു വിഷയത്തിന്റെ മുകളിലായിരുന്നു ഈ ആയങ്കിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയത്. അതായത് ഒരു കേസിൽ പിടികൂടുന്നു, പിന്നീട് ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുന്നു, പിന്നീട് SHOയെ ഭീഷണിപ്പെടുത്തുന്നു, കഴിയുമെങ്കിൽ എന്നെ പിടികൂടൂ എന്ന് പറയുന്നു. അങ്ങനെ ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിന് ആകെ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയത്തിൽ ഇപ്പോൾ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. ആയങ്കി എന്ന കൊടും ക്രിമിനൽ, പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊടും ക്രിമിനലിനെ ഇപ്പോൾ പോലീസ് പൊക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സാറാ സുമേഷ്, അതേപോലെ ആയങ്കി ഇപ്പോൾ എവിടെയാണുള്ളത്? ഇതിനെ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? ഒപ്പം ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റം എന്താണ്? ഇപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ആയങ്കി ഉള്ളത്. നിലവിൽ കണ്ണൂരിൽ ആയങ്കിക്ക് ഒരു കേസുണ്ട്, അതൊരു സൈബർ കേസുണ്ട്. ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഇനി മറ്റുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് എത്തുക. ഏതായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നിലവിൽ ആവശ്യമുണ്ട്. വൈദ്യപരിശോധന ഉൾപ്പെടെ ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കും. തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇദ്ദേഹത്തെ ഹാജരാക്കും. തുടർന്ന് കോതമംഗലം പോലീസ് കണ്ണൂരിലെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം കോതമംഗലം പോലീസിന് ഇദ്ദേഹത്തെ കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ആയങ്കി എന്ന ഈ ഒരു കൊടും ക്രിമിനൽ കുറ്റവാളി, പോലീസിന്റെ ഭാഷയിൽ കൊടും ക്രിമിനൽ എന്ന കുറ്റവാളിയെ പോലീസ്
കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ ഒട്ടാകെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ വലവീശി ഇദ്ദേഹത്തിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ പോലീസിനെ പിടികൂടാൻ സാധിക്കുന്നില്ല. ഇരുന്നുകൊണ്ട് ഒളിവ് യുദ്ധം നടത്തുന്നു. പോലീസിനെതിരെ തെറിയഭിഷേകം നടത്തുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ പരിഹാസമായ രീതിയിൽ പോസ്റ്റ് ഇടുന്നു. അങ്ങനെ ഇപ്പോൾ പോലും പോലീസിനെ പിടികൂടിയതിനു ശേഷം ഒരു പ്രതികരണം നടത്തുന്നു. അതായത് കടലിൽ കാണാതെ ആളെ നിങ്ങൾ പിടിച്ചോ എന്നുള്ള പരിഹാസ രൂപേണയുള്ള ഒരു പ്രതികരണം ആയങ്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ പോലീസിനെ ആകെ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയത്തിൽ ഇപ്പോൾ ആയങ്കി എന്ന കുറ്റവാളിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ ആയങ്കിയെ കോടതിയിൽ ഹാജരാക്കാൻ, തുടർന്ന് കണ്ണൂരിലെ കേസിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം കോതമംഗലം പോലീസിന് കൈമാറും എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. സുമേഷ്, അതേപോലെ ആയങ്കിയെ സഹായിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. വാഹനങ്ങൾ മാറിക്കയറാനും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള രഹസ്യ വിവരങ്ങളൊക്കെ അറിയാനൊക്കെ ഇദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ. ഇവരിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും സാർ. അതായത് ഈ ആയങ്കിയെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു സുഹൃത്ത് വലയം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. അതായത് എല്ലാ കാര്യങ്ങളും, അതായത് ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ ഈ ആയങ്കിക്ക്, അതായത് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് തന്നെ വിവരമുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസിനെ പിടികൂടാൻ സാധിക്കാതെ വന്നത്. അതായത് ഈ ആയങ്കി ഉപയോഗിക്കുന്ന ഫോൺ പോലും മറ്റുള്ള ആളുകളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. അതായത് പോലീസ് ആയങ്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, പോലീസിനെ വെല്ലുവിളിക്കുന്നു. ഇതൊക്കെ ആയങ്കി എന്ന വ്യാജേന മറ്റു സുഹൃത്തുക്കളാണ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ഇതിനകം തന്നെ അറിവായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോ ഈ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ, അതായത് ഇന്നലെ വളവട്ടം 8 പേരെ ഇന്നലെ വളവട്ടം പോലീസ് സ്റ്റേഷൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അങ്ങനെ ഈ സുഹൃത്തുക്കൾക്ക് നിന്ന് കിട്ടിയ വിവരങ്ങൾ ആകെ ശേഖരിച്ചുകൊണ്ടാണ് ഇന്നൊരു അറസ്റ്റിലേക്ക് ഇപ്പോൾ നീങ്ങിയത്. ഏതായാലും ഇദ്ദേഹത്തെ സഹായിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ ഉൾപ്പെടെ അന്വേഷണം നീങ്ങും, അവരെ കസ്റ്റഡിയിലെടുക്കും. സ്വാഭാവികമായും ആകെ, അതായത് നിയമവ്യവസ്ഥയെ ആകെ വെല്ലുവിളിച്ച് നടത്തിയ ഒരു പ്രതി, അങ്ങനെ ആ ഒരു വിഷയത്തിൽ നമുക്കറിയാം, അതായത് ഒരു പോലീസിനെ ആകെ വെല്ലുവിളിച്ച് നടത്തുന്ന ഒരു നീക്കം, അതിനെ സഹായിച്ച ആളുകൾ, അവരിലേക്ക് ഉൾപ്പെടെ ഈ അന്വേഷണം നീങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി സുമേഷ്, അതുപോലെ തന്നെ ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടെയൊക്കെ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊക്കെ കൂടെ വലിയ ഭീഷണി സന്ദേശങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ അയച്ചിരുന്നു. ഇതിനെതിരെ പോലീസ് കേസും എടുത്തിരുന്നു. എന്നാൽ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പോസ്റ്റുകളാണോ നമുക്ക് അറിയില്ല. ഇദ്ദേഹത്തിന്റെ ഹാൻഡിലുകൾ മറ്റുള്ളവർ ഉപയോഗിച്ചതാവാം ഒരു പക്ഷേ. കാരണം ഇതൊന്നും വഴി നമുക്ക് പിടികൂടാനുമായിരുന്നില്ല ഇദ്ദേഹത്തെ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും സാർ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഇദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ, അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ, അദ്ദേഹം ഈ ആയെങ്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, അതിന് തൊട്ട് പിന്നാലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട്, അതായത് ഇയാൾ ചെയ്ത പ്രവൃത്തിയെ അനുകൂലിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റുകൾ ഇടുന്നു. അത്തരം സഹായങ്ങൾ, അതായത് ഈ ഇദ്ദേഹത്തിന് ഒളിവിൽ കഴിയുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്ക്, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾക്ക് ആകെ ഒരു സഹായം എന്ന നിലയിൽ സുഹൃത്തുക്കൾക്ക് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അത്തരം പോസ്റ്റുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇദ്ദേഹം തന്നെ അല്ല, അതായത് ഇദ്ദേഹം ചെയ്തതല്ല എന്നുള്ള കാര്യത്തിൽ പോലീസിന് നേരത്തെ തന്നെ വ്യക്തതയുണ്ടായിരുന്നു. അതായത് നമുക്ക് മറ്റു സിനിമകളിലൊക്കെ കണ്ടതുപോലെ ഈ പോലീസ്, അതായത് ഫോണിന്റെ ഒക്കെ ഒരു ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ പിടികൂടാൻ സാധിക്കാത്ത വിധത്തിൽ പോലീസ് എത്തുന്നു. അതായത് ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഫോൺ പോലും മറ്റൊരാൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സുഹൃത്തുക്കളെ പിടികൂടുന്ന വിധത്തിൽ ഈ പോലീസ് എത്തുന്നത്. ഇദ്ദേഹം ഉപയോഗിച്ച വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നു. ആ രീതിയിലുള്ള പഴുതടച്ച ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്നലെ ഇദ്ദേഹത്തെ 2:30 ഇദ്ദേഹം പിടികൂടുന്ന രീതിയിലേക്ക് പോലീസ് എത്തിയത്. അതും നമുക്കറിയാം കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. DIGയുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന് വേണ്ടി പോലീസ് വലവീശുന്നു. അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ഒളിവിൽ താമസിക്കാൻ സാധ്യതയുള്ള എല്ലാ നാട്ടുപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിനാണ് വലവീശുന്നു. സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെ ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു പ്രതിക്ക് വേണ്ടി ഒരു പോലീസിന് ചെയ്യാൻ സാധിക്കുന്നതിനപ്പുറത്ത്
എല്ലാം ഏതൊക്കെ വഴികളുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയത്. ഏതായാലും അത്തരം ഒരു പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഏതായാലും പോലീസിന് സാധിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഓരോ മണിക്കൂറുകളോളം സ്വാഭാവികമായും സർക്കാരിനെയും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെയും ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമായിരുന്നു ഇദ്ദേഹത്തെ പിടികൂടുക എന്നുള്ളത്. നമുക്കറിയാം ഒരു കുറ്റവാളിയെ പിടികൂടുന്നതിൽ കേരള പോലീസിന് സാധിക്കുന്നില്ല എന്ന വിധത്തിലുള്ള ഒരു സംസാരം വരുന്നു. അങ്ങനെ സർക്കാരിന് തന്നെ ആകെ വെല്ലുവിളിയായി ഉണ്ടായ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരു പരിസമാപ്തി എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സാറാ, സുമേഷാണ് വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കണ്ണൂരിൽ നിന്ന് നൽകിയത്.